ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമായിട്ടെ ഈ പകൽ സമയത്തൊക്കെ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ തന്നെ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്. കാരണം അത്രമാത്രം തീക്ഷ്ണമായ ചൂടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും വെളുപ്പിനെ ഏകദേശം നമ്മൾ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുന്നതെങ്കിൽ ഒരു 4 മണിക്ക് നമ്മുടെ മുമ്പിലേക്ക് നല്ല ചൂടോടുകൂടി ഫുഡെല്ലാം കൊണ്ടുതരുന്ന നമ്മുടെ ഉമ്മയും ഭാര്യയൊക്കെ. അതോടൊപ്പം തന്നെ വൈകുന്നേര സമയത്തും നമ്മൾ നോമ്പ് തുറക്കുവാൻ വേണ്ടി ചെല്ലുന്ന സമയത്തും ഒരുപാട് കടികളായാലും ജ്യൂസുകളായാലും അങ്ങനെ ഒരുപാട് ഭക്ഷണമെല്ലാം നമുക്ക് വേണ്ടി തയ്യാറാക്കി വെക്കുന്ന തീനോടും അടുക്കളയോടും മെല്ലടിക്കുന്ന നമ്മുടെ ഉമ്മമാർ എന്തുമാത്രം വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ടാണ് നമുക്കിതൊക്കെ ചെയ്തു തന്നെ. പക്ഷെ നമ്മളൊന്നും അവരോടൊന്നും അറിയാതെ പോലും ഒരു നന്ദി വാക്ക് പറയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും സഹോദരിമാരൊക്കെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ചെയ്യുന്ന ഈ കഷ്ടപ്പാടും വേദനകൾക്കും എന്താ പ്രതിഫലമെന്നറിയോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ നോമ്പ് പിടിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെ നോമ്പ് തുറപ്പിക്കുവാൻ വേണ്ടി നല്ല ആഹാരങ്ങൾ കൊടുക്കുന്നവർ, അവർക്ക് വിശന്നിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് രുചി അനുസരിച്ചുകൊണ്ടുള്ള നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർക്കും സഹോദരിമാർക്കും ഭാര്യമാർക്കെല്ലാം കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? കാന ലഹു മിസ്ലു അജ്രിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് പിടിച്ച മനുഷ്യന്മാരുടെ അതേ പ്രതിഫലം തന്നെ നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ ആരെയാണ് നോമ്പ് തുറപ്പിച്ചത്, അവർ നോമ്പ് പിടിച്ചുകൊണ്ട് ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമൊക്കെ നിങ്ങൾക്കും കിട്ടുമെന്നുള്ളതാണ്.